അർജുൻ്റെ ചിത കത്തി തുടങ്ങുകയാണ്. ആ ചിതയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞു. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു പുരുഷായുസ് മുഴുവൻ താൻ നേടിയെടുത്ത വീടിൻ്റെ മുന്നിൽ, അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട ആ സമയത്ത് തന്നെ കെട്ടി ഉയർത്തിയ വീടിൻ്റെ പിൻഭാഗത്ത് ആ പറമ്പിൽ ഈ ചിത കത്തുകയാണ്. ഒരുപക്ഷേ ഈ ചിത കത്തിത്തീരുന്നതോടെ ഒരു വലിയ ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത്. കണ്ണീർ പാഠമായി മാറിയ കണ്ണാടിക്കൽ ഗ്രാമത്തിൻ്റെ മുഴുവൻ ദുഃഖവും ഏറ്റുവാങ്ങി, ഈ ഈ അന്ത്യ അഞ്ജലികൾ മുഴുവൻ ഏറ്റുവാങ്ങി അർജുൻ മടങ്ങുകയാണ്. നമ്മുടെ മനസ്സുകളിലൊക്കെ തന്നെ വലിയ വേദനയുടെ പ്രതീകമായി മാറിയ അർജുൻ്റെ ചിതയ്ക്ക് തീ പിടിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലും ഈ മനുഷ്യൻ്റെ വിരകം നിറിപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചിത കത്തുകയാണ്. അതോടൊപ്പം നമ്മുടെയൊക്കെ മനസ്സിലും ഇത്തരമൊരു ചിത ആളിക്കത്താൻ തുടങ്ങുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ എന്തിനാണ് നിങ്ങളിതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ പറയുന്നത്. എന്തിനാണ് അർജുന് വേണ്ടി നമ്മൾ ഗംഗാവലി പുഴക്കരയിൽ 72 ദിവസം കാത്തിരുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഈ ചിത കത്തുന്നത് ഓരോ മലയാളിയുടെയും മനസ്സിലാണ് എന്ന് നമുക്കറിയാം. എത്രയോ ദിവസങ്ങളായി പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിൽ ഈ അർജുൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച എത്രയോ ആളുകൾ ഇപ്പോൾ വീട്ടിൽ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലിരുന്ന് വിഷമിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അർജുൻ്റെ അമ്മയെപ്പോലെ, ഷീല എന്ന് പറയുന്ന അമ്മയെപ്പോലെ എത്രയോ അമ്മമാർ വീടുകളിലിരുന്ന് വേദനിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ അച്ഛനും അമ്മയും പോലെ ഒരച്ഛനും അമ്മയും ആകൃതിയെന്ന് ആഗ്രഹിക്കുന്ന, അതായത് താൻ ജീവിക്കുന്ന കാലത്ത് തന്നെ തൻ്റെ മകൻ്റെ സംസ്കാര ചടങ്ങുകൾ കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഈ നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ദുഃഖം കനീഭവിച്ച് നിൽക്കുന്ന കണ്ണാടിക്കലെ നിമിഷങ്ങൾ അവർ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആരവങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ, ഈ ജനക്കൂട്ടങ്ങളൊക്കെ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ, ഈ വീട്ടിൽ അവർ മാത്രം തനിച്ചുമാകുമ്പോൾ അവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയാത്ത ചില കണ്ണീരിൻ്റെ അംശങ്ങളുണ്ട്. ആ അംശത്തിൻ്റെ ആ വേദനയിലായിരിക്കും വരുന്ന ദിവസങ്ങളിൽ അവർ കഴിയുക. പക്ഷേ അവരെ നെഞ്ചോട് ചേർത്ത വലിയൊരു ജനാവലി അവർക്ക് പുറത്തുണ്ട് എന്ന കാര്യം അവരെ ആത്മധൈര്യത്തിൽ ജീവിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും മറ്റുള്ളവരുമൊക്കെ തന്നെ അണിചേർന്നാണ് ഈ കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുവന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷേ ഈ കുടുംബത്തിനെ അണച്ചു നിർത്താനും ഈ കുടുംബത്തിനൊരു ജോലി കൊടുത്ത് ഈ കുടുംബത്തിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാനുമൊക്കെ സംസ്ഥാന സർക്കാർ സമയം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കൂടി ഞാൻ തിരിച്ചറിയുന്നു. ഈ കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾക്ക് മുഴുവൻ അവരുടെ അത് പക്ഷേ ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ തന്നെ പരക്കുന്ന ഈ പുകയുണ്ടല്ലോ, അത് ഒരു 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 വിഷമത്തിൻ്റെ പുക തന്നെയായിട്ട് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ കനീഭവിച്ച് നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ഈ ജനക്കൂട്ടം പിരിഞ്ഞു പോകുമായിരിക്കും. പക്ഷേ പിരിഞ്ഞു പോകുമ്പോഴും ദുഃഖാർത്ഥരായ കുടുംബത്തിൻ്റെ വേദന നിറഞ്ഞ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടുക തന്നെ ചെയ്യും.